എനിക്ക് നിങ്ങളാ ഇമ്പോർട്ടന്റ് സീതമ്മ, നിങ്ങളാ ഇമ്പോർട്ടന്റ്. നിങ്ങൾ സുഖമായിട്ട് ഇരിക്കണം സീതമ്മ, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോവാ. അച്ഛനെയും എന്റെ സീതമ്മയെയും ഞാൻ സ്നേഹിക്കുന്ന അത്രയും നീ സ്നേഹിക്കുന്നുണ്ട്. ഇന്നു മുതൽ നിനക്ക് എന്നെ കാണാൻ കഴിയില്ല സുബി, കാണാൻ കഴിയില്ല സുബി. ഇന്നത്തോടെ എല്ലാം അവസാനിച്ചു, ഇന്നത്തോടെ എല്ലാം അവസാനിച്ചു. ഇനി മുതൽ നീയാവണം സീതമ്മയും അച്ഛനെയും നന്നായിട്ട് നോക്കേണ്ടത്. ഞാൻ നിന്നോടൊരു വാക്ക് പോലും പറയാതെ പോകുന്നതിന് എനിക്ക് വിഷമം ഉണ്ടാവരുത് സുബി. എന്നോട് പിണങ്ങരുത്. എനിക്ക് പോയേ പറ്റൂ സുബി, എനിക്ക് പോയേ പറ്റൂ ഇവിടുന്ന്. സീതമ്മയുടെ ജീവനേക്കാൾ എനിക്ക് ഒന്നും പ്രധാനമില്ല. ബൈ സുബി, ഗുഡ് ബൈ, ഗുഡ് ബൈ. അറിയോ, നീ ശരിക്കും ഒരു പാവമാണ് അവനെ. പക്ഷെ ഞാൻ ആള് ശരിയല്ല. നിനക്ക് ഞാൻ ഒരിക്കലും നല്ലൊരു ഭർത്താവായിരുന്നേ ഇല്ല അല്ലേ? അങ്ങനെയൊന്നും ഇല്ല ഏട്ടാ, കിടന്നോളൂ. എന്റെ കാര്യത്തിൽ നിനക്ക് ഒരുപാട് പരാതികൾ ഉണ്ടാവും സാധന. ഈ നശിച്ച ഭർത്താവ് കാരണം നിനക്ക് നല്ലൊരു ജീവിതമേ കിട്ടിയിട്ടില്ല. അറ്റ്ലീസ്റ്റ് നമുക്ക് കുട്ടികളെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് ആ കുട്ടികളുടെ മുഖത്ത് നോക്കിയെങ്കിലും നിന്റെ വിഷമങ്ങൾ മാറ്റാൻ കഴിയുമായിരുന്നു. ദൈവം നമുക്ക് അതിനുള്ള ഭാഗ്യവും നൽകിയില്ല. നിന്റെ ഭർത്താവ് കുടിച്ചു നശിച്ചവനാണെന്ന കാര്യം മറന്നിട്ടാന്ന് തോന്നുന്നു നമുക്ക് മക്കളുണ്ടാകാനുള്ള ഭാഗ്യവും ഉണ്ടായില്ല. ആ ദൈവം നിന്നോട് ഭർത്താവിന്റെ കാര്യത്തിൽ വലിയൊരു ചതിയാ നിന്നോട് കാണിച്ചത്. എന്റെ ജാതകത്തില് കുട്ടികളും കുടുംബവും ഒന്നും പറഞ്ഞിട്ടില്ലെന്നാ തോന്നുന്നത്. കിടന്നോളൂ. ഏട്ടാ, ഏട്ടനോട് ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. നീ എന്താ ഇങ്ങനെ പെർമിഷൻ ചോദിക്കുന്നേ? ഒന്നാക്കണ്ട, ഒരു 10 ചോദ്യം ചോദിച്ചോ, എല്ലാത്തിനും ഉത്തരം തരാം. സീത പറഞ്ഞിരുന്നു കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി എന്തോ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന്. ആ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാവുമെന്നാ പറഞ്ഞ. എന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാന്ന് സീത പറഞ്ഞിരുന്നു. അത് നല്ലതല്ലേ? നോക്കു സാധന, ഇത്രയും വർഷം സംഭവിക്കാത്ത കാര്യം ഇനി സംഭവിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? റിയാലിറ്റി എന്താണെന്ന് നിനക്കും അറിയാം, എനിക്കും അറിയാം. ഇനിയിപ്പൊ നീ ആഗ്രഹിച്ച് ആശുപത്രിയിലെല്ലാം കയറി അലഞ്ഞ് നീ പ്രതീക്ഷിച്ച പോലൊന്നും സംഭവിക്കാതെ അതുമൂലം നിന്റെ മനസ്സിലെ നിരാശ, ദുഃഖം, വേദന ഇതൊക്കെ വേണോ? വേണ്ട മോളെ. എന്നാലും നമ്മുടെ ഇതൊന്ന് പറയാൻ നമുക്കൊരൊറ്റ കുട്ടിയെങ്കിലും വേണ്ട ഏട്ടാ. നോക്ക്, ഞാൻ നിന്നോട് മുമ്പ് പറഞ്ഞിട്ടുള്ളതും ഇപ്പൊ പറയാൻ പോകുന്നത് ഒരേ കാര്യമാണ്. നിനക്ക് ഞാനും എനിക്ക് നീയും മാത്രം മതി.
നമ്മൾ രണ്ടുപേരും പരസ്പരം സ്നേഹത്തോടെ കഴിയണം. വയസ്സാം കാലത്തും പരസ്പരം സപ്പോർട്ടീവായിട്ടിരിക്കണം. അത് മതി. അല്ല ഏട്ടാ, എന്നാലും നമുക്ക് നമ്മുടേതെന്ന് പറയാൻ ഒരേ ഒരു കുഞ്ഞെങ്കിലും വേണ്ട ഏട്ടാ. എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ സാധ്യമല്ലെങ്കിൽ പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ മോളെ? നോക്ക്, ലൈഫില് എന്നെ എല്ലാവരും ഫെയിലിയർ എന്ന് പറഞ്ഞാലും എന്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്തത് നീയാ. എന്റെ മേല് വിശ്വാസം ഉണ്ടായിരുന്നത് ഈ ലോകത്തിൽ നിനക്കൊരാൾക്കു മാത്ര. എനിക്കും തോന്നാറുണ്ട് നിന്നെ വളരെ നന്നായിട്ട് നോക്കണം, ഈ നശിച്ച കള്ളുകൂടിയെല്ലാം നിർത്തണം എന്നൊക്കെ. പക്ഷെ എനിക്കതിന് പറ്റുന്നില്ല സാധന. അതിന് കഴിയും, നിങ്ങളെ കൊണ്ട് കഴിയും ഏട്ടാ. നിങ്ങൾ അത് ചെയ്ത് കാണിച്ചു കൊടുക്കണം. നോക്ക്, ഇത് എന്റെ വേദനയ്ക്ക് ഞാൻ കണ്ടെത്തിയ മരുന്നാണ് മോളെ. ഈ വിഷം ഞാൻ ദിവസവും കുറച്ച് കുടിച്ചു മരിച്ചോണ്ടിരിക്കുക. സിഹി, സിഹി, നീ എവിടെയാ? സിഹി, 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 നീ എവിടെയാ? സിഹി, സിഹി, നീ ഇത് എവിടെയാ? സിഹി, 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 ഇവളിത് എങ്ങോട്ടാ പോയത്? സിഹി, 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 ഇവിടെയും കാണുന്നില്ലല്ലോ. സിഹി, സിഹി, എനിക്കറിയാം സിഹി, നിനക്ക് നല്ല വിഷമായിട്ടുണ്ടെന്ന്. ഞാൻ നിന്റെ കൂടെ തന്നെയുണ്ട്. പ്ലീസ് ഒരേ ഒരു തവണ എന്റെ മുമ്പിലേക്ക് വരുമോ? സിഹി, സിഹി, ഭാർഗവി ആന്റിക്ക് നമ്മളെ രണ്ടുപേരെ ഒന്നും ചെയ്യാൻ കഴിയില്ല. വേണമെങ്കിൽ എല്ലാ കാര്യങ്ങളും അച്ഛനോടും അമ്മയോടും പറയാം. ഒരേ ഒരു തവണ വാ സിഹി. നീ എവിടെയാ? അസിത, സാധനമേമ്മ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞ് വലിയ അപ്സെറ്റ് ആയിരുന്നു. ആരോ എന്തോ നാട്ടുമരുന്ന് കൊടുത്തെന്ന് പറഞ്ഞ് അത് കഴിക്കാൻ പോവായിരുന്നു. ഞാനാ ചെന്ന് സ്റ്റോപ്പ് ചെയ്തേ. ആണോ? അതെ റാം. സാധനമേമ്മയെ നമുക്ക് ഏതെങ്കിലും ഡോക്ടറെ കാണിച്ചാലോ? നല്ലൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്താ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തുമായിരിക്കും. മെഡിക്കൽ ഹെൽപ്പ് ഉണ്ടെങ്കിൽ അവർക്കൊരു കുഞ്ഞുണ്ടാവുമായിരിക്കുമല്ലോ. യാസിത, ബട്ട് സാധനമേമ്മയെ ഭാർഗവിമേമ്മ ഒരുപാട് ഡോക്ടേഴ്സിന്റെ അടുത്ത് കൺസൾട്ടേഷന് കൊണ്ടുപോയതാ. വലിയ വലിയ ഡോക്ടേഴ്സ് വരെ നടക്കില്ല എന്ന് പറഞ്ഞതാ. എന്ത് ചെയ്യാൻ പറ്റുന്ന? ആയിരിക്കാം, പക്ഷേ അവർക്കൊരു കുഞ്ഞു വേണോന്ന് വലിയ ആഗ്രഹമുണ്ട് റാം. എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ എന്ന് നോക്കാലോ. പ്ലീസ് റാം.
അങ്ങോട്ട് നോക്കുന്നത് എന്താ? സിഹി എന്താ അവിടെ നിൽക്കുന്നേ? ആരും അന്വേഷിക്കുന്ന പോലെ ഉണ്ടല്ലോ. ഞാനും അത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. വന്നേ, അതെന്താ നോക്കാം. സിഹി, എന്തു പറ്റി? നീ ആരെയാ നോക്കുന്നേ? സിഹിയെ, ഇവൾക്ക് ഇതെന്താ പറ്റിയേ? ഇവളെന്താ ഇങ്ങനെ സിഹി സിഹി എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്? എന്ത് സിഹിയോ? നീ ഇതെന്താ ഈ പറയുന്നേ? അയ്യോ ഭഗവാനെ, ഞാൻ സിഹി എന്ന് പറഞ്ഞോ? മോളെ വന്നേ, വാ, ഉറങ്ങണ്ടേ? സമയായില്ലേ? വന്നേ. അല്ല റാം, ഇവളെന്താ സിഹിയെ തെരയോന്ന് പറഞ്ഞേ? ഇവളിവിടെ തന്നെയാണോ തെരയുന്നേ? ഇവൾക്ക് എന്താ പറ്റിയത്? സിഹി എന്ന് പറഞ്ഞോ? അങ്ങനെ പറഞ്ഞ ഞാൻ കേട്ടേ ഇല്ലല്ലോ. സിഹി എന്ന് പറഞ്ഞോ നീ? ഇല്ല അച്ഛാ. വാ, ഉറങ്ങ സമയായില്ലേ? വാ. ഇവള് സിഹി എന്ന് പറഞ്ഞില്ലേ? പിന്നെ ഞാൻ അങ്ങനെ കേട്ടത് എന്തായിരിക്കും? അഞ്ജനയ, അഞ്ജനയ, രക്ഷിക്കണേ. വിശ്വ, ഇനി മുതൽ ഇതിന്റെ ഒന്നും ആവശ്യം വരില്ല. എടുത്തു കളഞ്ഞു. എന്ത് കഷ്ടമായത്! എന്താ ഭാർഗവ് ഇത്? സമാധാനായിട്ടൊന്ന് ഉറങ്ങാൻ പോലും സമ്മതിക്കില്ലേ? ഒന്നാമതായിട്ട് ഈ വീട്ടില് പ്രേതത്തിന്റെ ശല്യമൊക്കെ ഉള്ളതാ. ആ പ്രേതത്തിന്റെ ശല്യം പോരാഞ്ഞിട്ടാണോ നീ വന്ന് ശല്യപ്പെടുത്തുന്നത്? ദൈവമേ, നിനക്ക് എന്നോടൊരു കനിവും ഇല്ലേ? വിശ്വ, ഞാൻ പറയുന്നത് കേക്ക്. ഇനി മുതൽ ആ പ്രേതത്തിനെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. നിന്നെ പേടിപ്പിച്ചുകൊണ്ടിരുന്ന ആ സിഹി പ്രേതത്തെ ഞാൻ അങ്ങോട്ട് ഓടിച്ചു വിട്ടു. എന്ത്? സിഹി പ്രേതമാണോ? നീ ഇതെന്തൊക്കെയാ ഭാർഗു പറയുന്നേ? അല്ല, നീ ആ സിഹിനെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടു എന്ന് പറയുന്നല്ലോ. പക്ഷേ അവൾ ഇപ്പോഴും ഇവിടെ ഉണ്ടല്ലോ. അല്ല, നീ സിഹിനെ പറഞ്ഞു വിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഉള്ളത് ആരാ? സുബ്ബലക്ഷ്മി. നമ്മുടെ വീട്ടിലുള്ള കുട്ടിയുടെ പേര് സുബ്ബലക്ഷ്മി. രാമനും അശോകനും ചേർന്ന് സിഹിയെ പോലുള്ളൊരു കുട്ടിയെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നതാണ്. ഞാൻ മുമ്പേ പറഞ്ഞിരുന്നില്ലേ, അതാണിപ്പോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ സുബ്ബലക്ഷ്മിയുടെ കൂടെ സിഹിയുടെ ആത്മാവുണ്ടായിരുന്നു. അതുകൊണ്ടാ അവൾ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഭാർഗു, നീ സിഹിയുടെ ആത്മാവിനെ ഓടിച്ചു വിട്ടെന്നാണോ? ഏയ്, നീ സാധാരണക്കാരിയല്ല ഭാർഗു. പ്രേതത്തെ ഓടിച്ചു വിടാനുള്ള ശക്തി നിനക്കുണ്ടെങ്കിൽ നീ അതിനേക്കാൾ വലിയ പ്രേതവാ. വാട്ട്? അത് പിന്നെ ഭാർഗു, നീ സൂപ്പർ ആണെന്ന് പറഞ്ഞു വന്നാ ഭാർഗു. പക്ഷെ ടങ് സ്ലിപ്പായി പോയതാ. അതൊക്കെ പോട്ടെ ഭാർഗു, നീ പറയുന്നത് എനിക്ക് വിശ്വസിക്കാലോ അല്ലേ? ഇനി നമ്മുടെ വീട്ടിൽ പ്രേതമില്ലല്ലോ അല്ലേ? എനിക്കിനി എന്ത് വേണമെങ്കിലും ചെയ്യാലോ അല്ലേ? എന്ത് വേണേലും ചെയ്തോ വിശ്വ. ഇനി മുതല് ഇവിടെ ആർക്കും പ്രേതശല്യം ഉണ്ടാവില്ല. കുട്ടിയെ നഷ്ടപ്പെട്ട സീതയ്ക്ക് ഇനി വട്ട് വരുന്നത് ഇനി നിനക്ക് കാണാം. ആ സുബ്ബലക്ഷ്മി അവളുടെ മകളല്ലെന്ന് ഞാൻ പ്രൂവ് ചെയ്യും. എന്ത് വേണമെങ്കിലും ചെയ്തോ ഭാർഗു. എന്റെ സപ്പോർട്ട് നിനക്കെപ്പോഴും ഉണ്ടാകും ഭാർഗു. ഈ സന്തോഷത്തില് ഞാൻ ഹാളിൽ പോയിരുന്നിട്ട് മാച്ച് ഒന്ന് കാണട്ടെ. ഏയ്, ഇങ്ങി വന്നേ. ഇവിടെ ഞങ്ങളുടെ നടുക്ക് കിടന്നാ മതി നീ. സിഹി, എന്താ നീ ആലോചിച്ച് നിൽക്കുന്നേ? ഒന്നുമില്ല സീതമ്മ. ഉറക്കം വരുന്നില്ലേ നിനക്ക്? മോളെ, നിനക്കെന്താ പറ്റിയത്? ഒന്നുമില്ല. പിന്നെന്താ ഇങ്ങനെ നിൽക്കുന്നേ? എന്തോ കളഞ്ഞു പോയതുപോലെ. എന്താ കാര്യമെന്ന് പറയേ? ഒന്നുമില്ല.
സീത, സിഹി മോൾക്ക് ഉറക്കം വന്നിട്ടായിരിക്കും. ഉറങ്ങിക്കോട്ടെ, വാ. ഇപ്പൊ നിനക്ക് ഉറക്കം വരാൻ വേണ്ടി ഞാൻ നിനക്കൊരു കഥ പറയാം. കണ്ണടച്ചോ. പണ്ടൊരിടത്ത് ഒരു രാജാവുണ്ടായിരുന്നു. അവർക്ക് എല്ലാ രാജ്യവും കീഴ്പ്പെടുത്തണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ ഒരു സുന്ദരിയായിട്ടൊരു പെൺകുട്ടിയെ കണ്ട് അവളെ കല്യാണം കഴിച്ചു. അപ്പൊ അവർക്കൊരു കുഞ്ഞു കുട്ടി ഉണ്ടായി. ആ കുട്ടി സെയിം നിന്നെ പോലെ ആയിരുന്നു അത്രേ. ഓയ്, ഇതെന്താ നീ കഥയൊന്നും കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട് സീതമ്മ. പിന്നെ തിരിച്ചൊരു ചോദ്യം വരുന്നില്ലല്ലോ. സാധാരണ ഇതെങ്ങനെയാ അതെങ്ങനെയാന്നൊരു 100 ചോദ്യം വരുമല്ലോ നിന്റെ അടുത്തുനിന്ന്. സീതമ്മ, കഥ മതി. അതെന്താ, കഥ രസമില്ലേ? രസമുണ്ട്, പക്ഷെ എനിക്ക് ഉറക്കം വന്നിട്ടാ. റാം, ശരിക്കും ഇവൾക്ക് എന്താ പറ്റിയത്? ഇതുവരെ കഥ മതിയെന്ന് ഇവള് പറഞ്ഞിട്ടേ ഇല്ല. ഇന്ന് കണ്ടോ? സീത, അവൾക്ക് ഉറക്കം വരുന്നുണ്ടാവും, അതുകൊണ്ട് അവൾ അങ്ങനെയൊക്കെ പറഞ്ഞു. നീ കിടന്നോ സീത. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ചക്കരേ. സുബി ആരെങ്കിലും അന്വേഷിക്കുകയാണോ? അവളുടെ മുഖം കണ്ടിട്ട് എന്തോ പ്രശ്നമുള്ള പോലെ തോന്നല്ലോ. പക്ഷെ എന്താണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. സീതമ്മ ഇപ്പൊ എന്ത് ചെയ്യാണോ ആ ഭാർഗവി ആന്റി? സീതമ്മയ്ക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാക്കി കാണുമോ? സുബി പാവാ, അവളിപ്പോ എന്നെ മിസ് ചെയ്യുന്നുണ്ടാവും. അവളുടെ അടുത്ത് ഞാൻ ഒന്നും പറയാതെയാ വന്നത്. ആഞ്ജനേയ, എന്റെ സീതമ്മയെ, അച്ഛനെയും സുബിയെ നീ തന്നെ രക്ഷിക്കണേ. ഇനി ഒരിക്കലും അവളിങ്ങോട്ട് വരില്ലേ? എങ്ങോട്ട് പോയതാണോ ആവോ? പാവം, ഞാൻ പോവണ്ടെന്ന് പറഞ്ഞിട്ടും പോയതാ. ഇനി ഞാൻ സിഹിയെ എവിടെ പോയി അന്വേഷിക്കും? അവൾ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരുമോ? എനിക്ക് ഇനി അവളെ കാണാൻ പറ്റുമോ? എനിക്കെന്തോ ഭയങ്കര വിഷമം വരുന്നു. ഇത്രയും ദിവസം ഞാൻ സുബിയോട് സംസാരിച്ചോണ്ടിരുന്നതാ. ഇപ്പൊ ഞാൻ പെട്ടെന്ന് ഒറ്റയ്ക്കായി പോയില്ലേ. എനിക്ക് ആരുമില്ല. സിഹി, നീ ഇത് എങ്ങോട്ടേക്കാ പോയത്? നീ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് നല്ല വിഷമമുണ്ട് സിഹി. നിന്നെ കാണാന്ന് തോന്നുന്നുണ്ട്. നിനക്കും അങ്ങനെ തന്നെ ആയിരിക്കില്ലേ? ഇത്രയും ദിവസം നീ എന്റെ ഫ്രണ്ട് ആയിരുന്നു, ഞാൻ നിന്റെ ഫ്രണ്ട് ആയിരുന്നു. പിന്നെ നമ്മള് ചേച്ചി അനിയത്തിയാണെന്ന് നമ്മൾ അറിഞ്ഞപ്പോ നമ്മൾ എത്ര സന്തോഷിച്ചതാ. പക്ഷെ എന്നിട്ടും ഞാൻ എത്ര വേണ്ടാന്ന് പറഞ്ഞിട്ടും നീ പോയല്ലേ. നീ പോയത് എന്തിനാ? നീ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് നല്ല വിഷമമുണ്ട് സിഹി. തിരിച്ചു വാ. നീ ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെയാ ഈ വീട്ടിൽ നിൽക്കുക? തിരിച്ചു വാ പ്ലീസ്, തിരിച്ചു വാ.